നമസ്കാരം, സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫോർ ലൂപ്പിനെ പറ്റിയാണ്. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു മുമ്പ് ഞാൻ മറ്റു ലൂപ്പുകളെയും പറ്റിയും സിയുടെ ബേസിക്സ് ആയുള്ള മറ്റു കാര്യങ്ങളെയും പറ്റിയുള്ള വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോകൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ആ വീഡിയോയുടെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർട്ടിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എല്ലാ ലൂപ്പിനെയും പോലെ ഫോർ ലൂപ്പിനും 3 പാർട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ട് ഇനിഷ്യലൈസേഷൻ, രണ്ടാമത്തത് ആണെങ്കിൽ കണ്ടീഷൻ, അതിനുശേഷം ലൂപ്പിന്റെ ബോഡിയും അതിന്റെ അകത്ത് അപ്ഡേഷൻ വരും. സാധാരണ ലൂപ്പിൽ ഇനിഷ്യലൈസേഷൻ ലൂപ്പിന്റെ പുറത്താണ് നൽകുന്നത്. എന്നാൽ നമ്മുടെ ഫോർ ലൂപ്പിനാണെങ്കിൽ ഇനിഷ്യലൈസേഷൻ ലൂപ്പിന്റെ അകത്ത് ഒരു പ്രത്യേക ഏരിയയിലാണ് നൽകുന്നത്. നമുക്കത് ചെയ്ത് കഴിഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം 1 മുതൽ n വരെയുള്ള എല്ലാ നമ്പറും പ്രിന്റ് ചെയ്യുവാനുള്ള ഒരു പ്രോഗ്രാം എഴുതാം. അതിനുശേഷം നമുക്ക് 1 മുതലുള്ള എല്ലാ നമ്പറിന്റെയും സം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ഫോർ ലൂപ്പ് ഉപയോഗിച്ച്. അപ്പൊ ആദ്യം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്ലിയർ സ്ക്രീനും ഗെറ്റ് CHും അതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്പർ എൻ്റർ ചെയ്യുന്നവരെ എഴുതുവാണ്. അപ്പൊ അതൊന്നും ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ട്. അത് നമ്മൾ ലിമിറ്റ് എൻ്റർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി. ഇനി നമുക്ക് ഫോർ ലൂപ്പിന്റെ അകത്തേക്ക് കിടക്കാം. അപ്പൊ ഫോർ ലൂപ്പിൽ ആദ്യം അതിന്റെ കീവേഡ് എന്ന് പറയുന്നത് FOR ആണ്. അപ്പം ഇതിന്റെ അകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു 3 ബ്ലോക്ക് ഉണ്ട്. ആദ്യത്തെ ഒരു ബ്ലോക്ക് കഴിയുമ്പോൾ ഒരു സെമിക്കോളം കാണും, രണ്ടാമത്തെ ബ്ലോക്ക് കഴിയുമ്പോൾ ഒരു സെമിക്കോളം കാണും, പിന്നെ ഒരു അടുത്തത് എഴുതുന്നതായിരിക്കും അടുത്ത ബ്ലോക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ബ്രാക്കറ്റ് ക്ലോസ് ആകും. ഇങ്ങനെ 3 ബ്ലോക്കാണുള്ളത്. അപ്പം ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലൈസേഷൻ ബ്ലോക്ക് ആണ്. നമ്മൾ ജസ്റ്റ് i എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി ആ വേരിയബിളിൽ ഇനിഷ്യലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ എഴുതാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് i = 0 എന്ന് കൊടുത്തു, pi 0 എന്ന് കൊടുത്തു. ഇനിഷ്യലൈസേഷൻ ബ്ലോക്കിൽ നമുക്ക് i മാത്രമേ ഉള്ളൂ. ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോമ ഇട്ടിട്ട് അടുത്ത എന്തെങ്കിലും ഇനിഷ്യലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സം ഉണ്ടെങ്കിൽ സം = 0, അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ ഇനിഷ്യലൈസേഷൻ ബ്ലോക്കിൽ എഴുതാവുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ബ്ലോക്ക് ആണ്. കണ്ടീഷൻ ബ്ലോക്കിൽ നമ്മൾ നമ്മുടെ കണ്ടീഷൻ എന്താണ് കൊടുക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ n വരെയുള്ള എല്ലാ നമ്പറും പ്രിന്റ് ചെയ്യണം. അപ്പം നമുക്ക് n-ൽ കൂടുതൽ i ആകുകയാണെങ്കിൽ മാത്രം കണ്ടീഷൻ തെറ്റണം. അപ്പൊ നമുക്ക് i <= ലിമിറ്റ് കൊടുക്കാം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അപ്ഡേഷന്റെ ബ്ലോക്ക് ആണ്. അപ്ഡേഷന്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമുക്ക് എഴുതാം. ഇപ്പൊ i++, നമ്മൾ i 1 വെച്ച് അപ്ഡേറ്റ് ഇൻക്രിമെന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയത് i++. അപ്പൊ ഇത്രയാണ് ഫോർ ലൂപ്പിന്റെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ബ്ലോക്ക് ഇനിഷ്യലൈസേഷൻ. ഒന്നിലധികം ഇനിഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോമയായിട്ട് അടുത്ത ഇനിഷ്യലൈസേഷൻ എഴുതാം. രണ്ടാമത്തത് നമ്മുടെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ നടുക്ക് 2 സെമിക്കോളനുകൾക്കിടയിൽ കിടക്കുന്നതാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അവിടെ നമുക്ക് ഒന്നിലധികം കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം നമുക്ക് ട്രൂ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കോമയിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ എഴുതാവുന്നതാണ്. മൂന്നാമത്തെ ബ്ലോക്കാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്, അപ്ഡേഷൻ. അപ്പൊ അതിന് നമുക്ക് കോമയിട്ട് ഒന്നിലധികം അപ്ഡേറ്റുകൾ ഒരു സമയം നടക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇനിഷ്യലൈസേഷൻ ഈ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധമില്ല, ഇതിന്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ലൂപ്പിന്റെ ബോഡിയിലേക്ക് വരികയാണ്. ബോഡിയിൽ നമുക്ക് ലോജിക് അനുസരിച്ച് എന്താണോ വേണ്ടത് അത് നമുക്ക് എഴുതുവാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നമുക്കിവിടെ ജസ്റ്റ് 1 മുതൽ n വരെയുള്ള എല്ലാ നമ്പറും പ്രിന്റ് ചെയ്താൽ മതി, ലിമിറ്റിന് ഉള്ളിലുള്ള. അപ്പൊ നമുക്ക് അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാ. 1 മുതൽ n വരെയുള്ള എല്ലാ നമ്പറും പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഗെറ്റ് CHും കൂടെ കൊടുക്കാം. ടെർബോ സി ആർക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും IDE വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ കോഡ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിൽ അങ്ങനെ എറർ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ 10 ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. 10 എൻ്റർ ചെയ്യുമ്പോൾ 0 മുതൽ 10 വരെയുള്ള എല്ലാ സംഖ്യകളും നമുക്ക് പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോഗ്രാമില് സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് എഴുതാം. 1 മുതൽ n വരെയുള്ള
എല്ലാ സംഖ്യകളുടെയും സമ്മ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമാക്കി നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റി സമ്മ് കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആക്കിയാണ്. ഈ ഐ മാറി നമുക്കൊരു സം എന്ന് പറഞ്ഞൊരു വേരിയബിളും കൂടെ വേണം. നമുക്ക് സമ്മിന് ഇനിഷ്യലായിട്ട് നമുക്ക് 0 എന്നൊരു വാല്യൂ വേണം. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാം, സം ഈക്വൽ ടു 0. അപ്പൊ ഞാൻ ലൂപ്പിന്റെ ആ ഒരു ഏരിയയിലല്ല കൊടുത്തത്, ഞാൻ കൊടുത്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിന് സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. 1 മുതലായത് കാരണം നമുക്ക് ഐ ഈക്വൽ ടു 1 കൊടുക്കാം. 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ സമ്മാണ്. നമുക്ക് സമ്മ് പ്രിന്റ് ചെയ്യേണ്ട ലൂപ്പിന്റെ പുറത്താണ്, കാരണം നമുക്ക് ഒരു തവണ പ്രിന്റ് ചെയ്താൽ മതി. നമ്മൾ സമ്മ് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്നാൽ ഞാൻ 10 എൻ്റർ ചെയ്ത് കഴിയുമ്പം എനിക്ക് 1 മുതൽ 10 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും സമ്മായിട്ട് 55 കിട്ടിയേക്കുന്നത്. അപ്പൊ ഇവിടെ സമ്മ് കണ്ടുപിടിക്കുന്നത് ലൂപ്പിന്റെ ബോഡിയിലാണ്. അപ്പൊ ഈ സം എന്ന് പറയുന്ന ഒരു സംഗതി അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ആ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഈ ഒരു പോർഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇത് മാറ്റുന്നു, എന്നിട്ട് ഈ ഒരു സംഗതി അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം സമ്മ് കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് ഐ ചേഞ്ച് ആവേണ്ടത്. അത് കാരണം നമുക്ക് സമ്മ് കഴിഞ്ഞിട്ട് ഐയുടെ അപ്ഡേറ്റ് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ 10 തന്നെ കൊടുക്കുന്നു. അപ്പൊ എനിക്ക് 55 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഈ ലൂപ്പിന്റെ ബോഡിക്കകത്ത് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ക്ലോസ് കർലി ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഒരു സെമിക്കോളം കൊടുത്താൽ മതി. അപ്പം നേരെ ലൂപ്പിന്റെ ബോഡിയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സെമിക്കോളം കൊടുത്തത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ 10 കൊടുത്തപ്പോൾ 55 കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇനിഷ്യലൈസേഷൻ പാർട്ടിൽ വേണമെങ്കിൽ സം ഈക്വൽ ടു 0 എന്ന കാര്യം ഉൾപ്പെടുത്താം. നമ്മൾ സം ഉണ്ടാക്കി സം ഈക്വൽ ടു 0 എന്നുള്ളത് ഇനിഷ്യലൈസേഷൻ ബ്ലോക്കിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഞാൻ കോമ കൊടുത്തിട്ട് സം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. ഞാൻ 10 എൻ്റർ ചെയ്തു. 10 എൻ്റർ ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് 55 വന്നു. അപ്പൊ 10 ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഏതൊരു വാല്യൂ വേണേലും നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ 55 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 55 വരെയുള്ള എല്ലാ നമ്പറിന്റെ സമ്മാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സംഖ്യകളെല്ലാം കൂടി ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയുടെ ആവശ്യമുണ്ട്. അപ്പൊ ബോഡിയിൽ ഒരു കാര്യമുള്ളെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ക്ലോസ് കർലി ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. ഞാൻ ഈ സെമിക്കോളം മാറ്റി വിടുന്നത് നമ്മുടെ ബോഡിയുടെ അകത്ത് നമ്മൾ 1 മുതൽ ഉള്ള എല്ലാ സംഖ്യകളും കൂടി പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. പ്രിന്റ് %d ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ /n കൊടുക്കുന്നു. കോമ ഇട്ടിട്ട് ലിമിറ്റ് കൊടുക്കും. ഇനി ജസ്റ്റ് നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ബോഡിയിലാകെ ഒരു സംഗതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഓപ്പൺ ക്ലോസ് കർലി ബ്രാക്കറ്റ് കൊടുക്കാഞ്ഞത്. ജസ്റ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ 10 എൻ്റർ ചെയ്ത ഓക്കെ സോറി ലിമിറ്റ് അല്ല, ഇവിടെ ഐ ആണ് കൊടുക്കേണ്ടത്. ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തപ്പോൾ ഒരു ലോജിക്കലായ ഒരു ചെറിയ എററാണ് വന്നത്. ഞാൻ ലിമിറ്റ് ആണ് നേരത്തെ ഈ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തത്. അപ്പൊ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത സംഖ്യയാണ് പ്രിന്റ് ചെയ്യുക. ഐ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമല്ല 1 മുതൽ ലിമിറ്റ് വരെയുള്ള എല്ലാ സംഖ്യയും പ്രിന്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ആ എറർ ഞാൻ ക്ലിയർ ചെയ്ത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. 10 കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് അവസാനം അതിന്റെ സം എത്രയാണെന്നും കൂടെ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും ഫോർ ലൂപ്പ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഓർഡർ ആക്കിയുള്ള പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഞെക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർഡിലുണ്ട്. അപ്പൊ അത് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് പഠിക്കുവാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.